ഇപ്പോൾ ബിഗ് ബോസിൻ്റെ മെയിൻ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അനുമോളാണ്. ബേസിക്കലി അനുമോൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വം നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പരദൂഷണ കമ്മിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ജിസയിലും അതുപോലെ ആര്യനും. ഈ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ്, നമുക്ക് പൊതുവേ അറിയാം. അതുപോലെ തന്നെ ഗിസേൽ വന്ന സമയത്ത് ഗിസേലി ശനി ഞാൻ എപ്പിസോഡിൽ ക്യൂട്ട്നെസ് വാരിയായിരുന്നു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി. അപ്പം ഒരു ദിവസം ബിഗ് ബോസിൽ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബെഡ്റൂമിൽ കിടക്കുകയാണ്. സോ ഹിന്ദി ബിഗ് ബോസും ഇംഗ്ലീഷ് ബിഗ് ബോസും കണ്ടവർക്കറിയാം. അപ്പോൾ ഇവർ രണ്ടും കിടക്കുകയും അതുപോലെ തന്നെ ഫുള്ള് എന്താ പറയുക പുതപ്പ് മൂടിയിടുന്നു. ആ സമയത്ത് അനുമോൾ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ എന്തോ സംഭവം എടുത്തു എന്ന് ചോദിച്ചുകൊണ്ട് ആര്യന് നേരെ ചൂടാവുന്ന അനുമോൾ പിന്നീട് വെളിയിറങ്ങിയിട്ട് പറയുകയാണ് ഇവർ തമ്മിൽ അതിനിടയിൽ നിന്ന് കിസ്സടിച്ചു എന്ന് പലതും പറഞ്ഞ് പരദൂഷണം ഇറക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് അവിടെ നിന്ന് നടന്ന ഒരു കാര്യം. സൺഡേ എപ്പിസോഡിൽ മെയിനായിട്ട് ലാലേട്ടൻ ഇത്തവണ സൺഡേ എപ്പിസോഡിൽ ബിഗ് ബോസ് വരത്തില്ല. കാരണം പുള്ളി അമേരിക്കയിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ സൺഡേ എപ്പിസോഡിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അനുമോൾ അല്ലെങ്കിൽ ആര്യൻ അല്ലെങ്കിൽ ഗിസേൽ ഇവരിൽ ആർക്കെങ്കിലും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഹിന്ദി ഇംഗ്ലീഷ് എപ്പിസോഡ് അതുമായിട്ട് കുറേ കമ്പാരിറ്റീവ്ലി കുറേ ഡിഫറൻസ് ഉണ്ട് മലയാളം ബിഗ് ബോസിന്. കാരണം ഇതൊരു മലയാളം ഓഡിയൻസിൻ്റെ ഇടയ്ക്ക് കാണുന്നൊരു ഷോയാണ്. സോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അനുമോൾ ആര്യൻ ഗിസേൽ ഇപ്പം നിങ്ങൾ ആരുടെ ഭാഗത്താണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ അനുമോൾ വന്ന് പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ടവർക്കറിയാം. അപ്പോൾ അവർ തമ്മിൽ പുറത്തടച്ച് അതിനുള്ള എന്തുവേണം ചെയ്യട്ടെ, അവരുടെ പ്രൈവസിയാണ്. പക്ഷെ അതിലോട്ട് ഒരാൾ കടന്ന് ചെല്ലുന്നത് തെറ്റാണോ ശരിയാണോ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം. അപ്പോൾ ഇത് ചിലപ്പോൾ സൺഡേ എപ്പിസോഡിൽ ലാലേട്ടൻ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? ഇപ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം? ഈ ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അയാളുടെ ജീവിത കഥ പറയുമ്പോൾ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് അടിച്ച് വിഷമിച്ച് അവരുടെ കഥ പറയുമ്പോൾ അവൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. ഇത്രയും തരം താഴ്ന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് ബിഗ് ബോസ് ചരിത്രം ഇത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ആര്യൻ അവിടെ കാണിക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റബിളും അല്ല. അങ്ങനെ ഒരു കാര്യം നോക്കുമ്പോൾ ഇപ്പം പുതിയ വൈൽഡ് കാർഡ് എൻട്രി വന്നു. ജിഷിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ആൾക്കാർ മസ്താനി ഇടയ്ക്ക് കുറച്ച് ഓവർ ആകുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട്. കാരണം അത് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് പണിയായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആര്യൻ രേണു സുധി നമുക്കറിയാം. അതിലെ രേണു സുധിയുടെ ഹസ്ബൻഡ് സുധീനെ കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു. അത് അത്യാവശ്യം ഇന്നത്തെ പ്രോമോ എന്താ പറയുക ജനങ്ങൾക്കിടയിലേക്ക് ഒരു വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരുടെ ഭാഗത്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ വീഡിയോ ലഭിക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങൾ ചാനൽ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.